ഹലോ എവ്രി വൺ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രിഡേറ്റേഴ്സ് ബാഡ്ലാൻഡ്സ് ഈ മൂവിയുടെ വിശേഷങ്ങളായിട്ടാണ് വന്നേക്കുന്നത്. പ്രിഡേറ്റർ മൂവി സീരീസ് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് പ്രിഡേറ്റർ മൂവി കാണുന്നത് 1987 ഇറങ്ങിയിട്ടുള്ള അർണോൾഡ് ലീഡ് ക്യാരക്ടറായിട്ട് അഭിനയിച്ചിട്ടുള്ള പ്രിഡേറ്ററാണ്. അത് ആക്ച്വലി കിരൺ ടി വി ചാനലിൽ മലയാളം വേർഷനിൽ വന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് മൂവി കാണുന്നത്. അതിലുള്ള പ്രിഡേറ്റർ ആക്ച്വലി ഭയങ്കര ഭീകരതയും ചിലപ്പോൾ നമുക്ക് അറപ്പൊക്കെ തോന്നുന്ന ടൈപ്പ് അട്ടയറുള്ള ഒരു പ്രിഡേറ്റർ ആയിരുന്നു. ഞാൻ ഈ മൂവിയുടെ ഒരുപാട് ഡയറക്ഷൻ സൈഡോ അല്ലെങ്കിൽ ആക്ടേഴ്സ് ആരൊക്കെയാണെന്നുള്ള ക്യാമറ ചെയ്ത സ്ക്രിപ്റ്റ് അതൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഓവറോൾ ഈ ഫിലിം കണ്ട എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു പ്രിഡേറ്റർ മൂവി സീരീസ് ആക്ച്വലി ഒരുപാട് ഇറങ്ങുന്ന സമയത്ത് പ്രിഡേറ്ററിന് ഭയങ്കരമായിട്ടൊരു എവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട്. ലൈക്ക് ആ ഒരു ക്യാരക്ടറിന് ഭയങ്കരമായിട്ടുള്ള ഒരു എവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ മൂവിയിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഈ മൂവിയിൽ പ്രിഡേറ്റർ ആക്ച്വലി ഭയങ്കരമായ ഭീകരത തോന്നിപ്പിക്കുന്ന ഒരു പ്രിഡേറ്റർ അല്ല. ലൈക്ക് പുള്ളിയുടെ ലൈക്ക് പ്രിഡേറ്ററിൻ്റെ കംപ്ലീറ്റ്ലി അറ്റയറും ആ ഒരു ബോഡി ലാംഗ്വേജും ബോഡിയിലുള്ള ആ ഒരു രൂപം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് അങ്ങനത്തെ അത്ര ഒരു ഭീകരത പുള്ളിനെ തോന്നുന്നില്ല. പിന്നെ ഈ ഒരു ഫിലിം ആക്ച്വലി ഇതിൽ കുറേ ഇമോഷണൽ സൈഡും കാര്യങ്ങളും ഒക്കെ മിക്സ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് വന്നിട്ടുള്ളൊരു മൂവിയാണ്. അതുപോലെ തന്നെ പ്രിഡേറ്റർ ഇവല്യൂഷൻ സംഭവിച്ച സമയത്ത് തന്നെ അതൊരു വലിയൊരു ക്ലാനായിട്ട് മാറുകയാണ്. ആ ക്ലാനിലെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള പ്രിഡേറ്ററിനെയാണ് ഈ മൂവിയിൽ കാണിച്ചിട്ടുള്ളത്. മേ ബി നെക്സ്റ്റ് മൂവി സീരീസ് വരുന്ന സമയത്ത് അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലുള്ള അല്ലെങ്കിൽ വലിയൊരു രീതിയിലുള്ള പ്രിഡേറ്ററിനെ ചിലപ്പോൾ കാണിച്ചേക്കാം. ഈ മൂവിയിൽ ഏകദേശം അതിലെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രിഡേറ്ററിനെയാണ് അതിൽ കാണിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഹ്യൂമൻസ് ആയിട്ട് ഒരു കണക്ഷനും ഇല്ല. ലൈക്ക് പ്രിഡേറ്റേഴ്സ് വേഴ്സസ് റോബോട്ട്സ് ലൈക്കാണ് ഈ ഒരു മൂവിയിലെ കോമ്പിനേഷൻ സീക്വൻസ് ഒക്കെ പോകുന്നത്. എർത്തല്ല, വേറെ പ്ലാനറ്റ്സ്, ഒരു പ്രിഡേറ്റേഴ്സിൻ്റെ ഒരു പ്ലാനറ്റിൽ നിന്ന് വേറൊരു പ്ലാനറ്റിലേക്ക് വന്നിട്ട് അവിടെയുള്ള ഒരു വലിയ വേറൊരു ടൈപ്പ് ഓഫ് സംഭവത്തിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി വരുന്ന സംഭവമാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് തീം എന്ന് പറയുന്നത്. വേറെ ഇതിൽ വരുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവിയുടെ കംപ്ലീറ്റ്ലി കളർ ഗ്രേഡിങ്ങും അതുപോലെ തന്നെ എന്താ പറയുക, ആ മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ ആ ഒരു സ്ഥലങ്ങളായിട്ടും അല്ലെങ്കിൽ അതിലെ ക്യാരക്ടേഴ്സായിട്ടും ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ആവുന്ന രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ളൊരു മൂവിയാണ്. ഞാൻ ആക്ച്വലി 4DXിലാണ് ഈ മൂവി കണ്ടത്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ആ ഒരു എക്സ്പീരിയൻസിൽ ഒരു വൺ ടൈം തിയേറ്ററിൽ പോയിട്ട് ആ ഒരു എക്സ്പീരിയൻസിൽ ഒരു 3D ഫിലിം എക്സ്പീരിയൻസിൽ കാണാൻ പറ്റിയ ഒരു മൂവിയാണ്. അതുമല്ലാതെ നമുക്കതിന് മീൻസ് അതിൽ ഡീപ്പസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് കഥയോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു മൂവി സീരീസിലെ ഒരു പുതിയൊരു പാർട്ട്, അത്രയേ ഉള്ളൂ മൂവി ആക്ച്വലി. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൽ കുറേ സംഭവങ്ങൾ ഇപ്പോൾ നമ്മൾ AI ഒക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് വന്നതുകൊണ്ടായിരിക്കാം ഒരുപാട് ക്രീച്ചേഴ്സിനെ ഇതിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ ഒരു സ്ഥലത്തുള്ള നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറേ ക്രീച്ചേഴ്സും കാര്യങ്ങളും. പിന്നെ ഇതിലെ ഒരു പാർട്ട് ഓഫ് എനിമിയുടെ ഒരു സൈഡിൽ നോക്കുന്ന സമയത്ത് അത് ഗൊറില്ലെന്നും കുരങ്ങനെന്നൊക്കെ മീൻസ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സംഭവം. അത് ഞാൻ പറഞ്ഞത് AI എക്സ്ട്രീം ലെവലിലെത്തിയ സമയത്ത് അത് മൂവീസിലും എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ മൂവിയുടെ വിശേഷങ്ങൾ. കാണാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പടം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, തിയേറ്ററിൽ പോയിട്ട് കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3D 4DX എക്സ്പീരിയൻസ് ചെയ്യുക. അങ്ങനെ ഒരു വൺ ടൈം വാച്ച് പറ്റിയ ഒരു മൂവിയാണ്. അപ്പോൾ മൂവി കണ്ടിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് കാണുക, കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരേക്കും ബൈ.